നാടിനെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ച് 8 മാസം തികയുമ്പോഴും പുനരധിവാസം അനിശ്ചിതാവസ്ഥയിലാണ്. ടൗൺഷിപ്പിലെ വീടുകളുടെ രൂപകൽപ്പന സംബന്ധിച്ചും നിർമ്മാണ കരാറിലെ ഉപാധികളിലും ദുരന്തബാധിതർക്ക് വിയോജിപ്പുണ്ട്. താൽക്കാലിക ആശ്വാസമായി നൽകിയിരുന്ന 300 രൂപ പ്രതിദിന സഹായം ഉൾപ്പെടെ മുടങ്ങിയിരിക്കുകയാണ്. പുനരധിവാസ പട്ടികയിൽ ഇടമില്ലാത്തവർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഉയർന്ന വാടക കാരണം വീടുകൾ മാറി മാറി താമസിക്കേണ്ടി വരുന്നവരുണ്ട്. വാടക കിട്ടാത്തവരും കൂട്ടത്തിലുണ്ട്. എത്ര കാലം വാടക വിട്ട് തുടരേണ്ടി വരുമെന്നറിയില്ല. ഇനി നമുക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഒരു 5 സെന്റ് സ്ഥലമല്ല, ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിക്ക് ഒരു 6 സെന്റ് സ്ഥലമാണ് പുഞ്ചിരിമട്ടത്തുള്ളത്. അപ്പോൾ എനിക്കിനി പോയിട്ട് ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. വാടക വീട്ടിലേക്ക് മാറ്റിയിട്ടും പുനരധിവാസ പട്ടികയിൽ ഇടം കിട്ടാത്തവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഇനി വാടക വിട്ട് താമസിക്കാനാണ് സർക്കാർ. അങ്ങനെയുള്ള അവസ്ഥയിലായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഇപ്പോൾ പാടിക്കാട് പരിഗണിക്കുന്നില്ല. ഇപ്പോൾ ഇത് കളക്ടറേറ്റ് ആഴ്ചക്ക് 4 ദിവസം കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. ടൗൺഷിപ്പിലെ വീടുകൾ 10 സെന്റിൽ വേണം. വീട് വേണ്ടാത്തവർക്കുള്ള നഷ്ടപരിഹാരം 15 ലക്ഷം മതിയാകില്ല. വയനാടിൻ്റെ കാലാവസ്ഥക്കനുസരിച്ച് വീടിൻ്റെ രൂപകൽപ്പന മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങളും ശക്തമാണ്. 2010 മുതൽ ഉള്ള റിപ്പോർട്ടുണ്ട്. പുഞ്ചിരിമട്ടം, പിന്നെ പടവെട്ടിക്കുന്ന്, കുറിച്ചേമല അങ്ങനത്തെ ഏരിയകൾ ദുരന്ത ഭീഷണി നേരിടുന്ന പ്രദേശമാണെന്നുള്ള മാറ്റിപ്പാർപ്പിക്കുന്ന റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. മീറ്ററും സെന്റിമീറ്ററും കണക്കാക്കി അട്ടമലയിലെയും പടവെട്ടിക്കുന്നിലെയും മനുഷ്യരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലും പ്രതിഷേധമുണ്ട്. കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ട കച്ചവടക്കാരും ഏക്കർ കണക്കിന് കൃഷിഭൂമിയിൽ നിന്നുള്ള വിളവും വരുമാനവും നിലച്ച കർഷകരും സർക്കാരിന്റെ ഔദാര്യത്തിന് കാത്തിരിക്കുന്നു. ഇതുവരെ കൃഷിഭൂമി നഷ്ടപ്പെട്ടു. ഈ കൃഷിഭൂമി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ നിലപാടെന്താണ്? സർക്കാർ ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൗൺഷിപ്പ് എന്നും പറഞ്ഞ് എസ്റ്റേറ്റ് ഭൂമിയുടെ പുറകെ പോയ സർക്കാരാണ് ഇത് പരാജയപ്പെടുത്തിയത്. 300 രൂപയുടെ പ്രതിദിന സഹായവും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ഒരു ഗതിയുമില്ലാതായ മനുഷ്യരുടെ വിലാപങ്ങൾ ദുരന്തഭൂമിയിൽ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട്. ടീം റിപ്പോർട്ടർ, വയനാട്.